പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 12 വ്യാഴം. 2 കൊരിന്ത്യർ 1 അധ്യായം 20 വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. വലിയ നോമ്പിൻ്റെ പാതി കഴിഞ്ഞ ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവം നൽകിയ ഓരോ വാഗ്ദാനവും യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പസ്തോലനായ പൗലോസ്ലീഹ ഈ വാക്കുകൾ എഴുതുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറച്ച പ്രത്യാശയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ പലപ്പോഴും തകരാറിലാകാം. ചിലർ വാഗ്ദാനം ചെയ്യും, എന്നാൽ നിറവേറ്റാൻ കഴിയുന്നില്ല. ചിലർ മറക്കും, ചിലർ സാഹചര്യങ്ങൾ മൂലം മാറിപ്പോയേക്കാം. എന്നാൽ ദൈവം മാറുന്നില്ല. അവൻ്റെ വാക്ക് ഇന്നലെയും ഇന്നും എന്നേക്കുമായി ഒരുപോലെ. ദൈവം പറഞ്ഞാൽ അത് തീർച്ചയായും സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരാം, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ എല്ലാത്തിനും ഇടയിൽ ഒരു ഉറച്ച സത്യമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും തകരുകയില്ല. അവൻ്റെ ഓരോ വാഗ്ദാനവും ക്രിസ്തുവിൽ ആമേനാകും. അതായത് അത് ഉറപ്പാണ്, അത് സത്യമാണ്, അത് നിറവേറും. ഒരു ചെറിയ ഉദാഹരണം സൂചിപ്പിക്കട്ടെ. ഒരു കുഞ്ഞ് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നാളെ എന്നെ പാർക്കിലേക്ക് കൊണ്ടുപോകുമോ? അച്ഛൻ പറഞ്ഞു, നാളെ കൊണ്ടുപോകാം. ആ കുഞ്ഞ് ആ രാത്രി സന്തോഷത്തോടെ ഉറങ്ങിക്കാണും. എന്തുകൊണ്ട്? അച്ഛൻ്റെ വാക്കിൽ അവന് സംശയമില്ലായിരുന്നു. അച്ഛൻ്റെ വാഗ്ദാനം അവൻ ഉറപ്പായിരുന്നു. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം നമുക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും, നിനക്ക് നിത്യജീവൻ നൽകാം. ഈ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുകയാണ്. ഈ വലിയ നോമ്പിൽ നമുക്കൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കുന്നവരായി ജീവിക്കുന്നുണ്ടോ എന്നത് നാം ഓരോരുത്തരും സ്വയം ചോദിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചപ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ? ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നാം മറ്റുള്ളവരോട് സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് വിശ്വസ്തരായിരിക്കുമ്പോൾ നാം അവനോട് വിശ്വസ്തനാണ്. ക്രിസ്തുവിൽ ആമേൻ എന്ന് പറയുന്നത് വെറും വാക്കുകളിലല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ആയിത്തീരണം. പ്രിയരെ, വലിയ നോമ്പിൻ്റെ ശേഷിക്കുന്നതായ ദിവസങ്ങളിൽ നാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് കുറച്ചു നിൽക്കാം. സംശയങ്ങളെയും ഭയങ്ങളെയും വിട്ട്, കർത്താവേ, നിന്റെ വാക്ക് സത്യമാണ് എന്ന് പ്രഖ്യാപിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും വ്യക്തി ജീവിതത്തിലും അനുഭവമായി മാറട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിന്റെ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ ആമേനാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും നീക്കണമേ. നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഈ വലിയ നോമ്പ് കാലത്ത് നിന്റെ വാഗ്ദാനങ്ങളെ അനുഭവിക്കുന്ന ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.